ഇത് മുഖ്യമന്ത്രിയുടെ മകൾ ആയതുകൊണ്ട് തന്നെ CMRL എന്നുള്ള ഒരു വലിയ കമ്പനിയിൽ നിന്ന് പണം കൈപ്പറ്റിയാൽ അത് ഒരു കറപ്ഷനായിട്ട് പറയുന്നത് അതെങ്ങനെയാണത്? രാംകുമാർ സാർ വാദിക്കുന്ന ഹൈക്കോർട്ടിൽ തന്നെ വാദിക്കുന്ന പല വക്കീലന്മാരും 5000 രൂപ മേടിക്കുന്നവരുണ്ടാവും, 10000 രൂപ മേടിക്കുന്നവരുണ്ടാവും. അതേസമയം രാംകുമാർ സാർ മേടിക്കുന്ന ചിലപ്പോൾ 5-10 ലക്ഷം രൂപ ആയിരിക്കും ഒരു സിറ്റിങ്ങിന് മേടിക്കുക. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസമില്ല. അവരവരുടെ ഫീസ് അവരവരല്ലേ തീരുമാനിക്കുക. ഇത് GST ഉദ്യോഗസ്ഥന്മാർ തന്നെ അത് നികുതിയുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്തിട്ടുള്ള ഒരു കേസാണ്. പിന്നെ അതിൻ്റെ പുറകെ ഇപ്പോൾ ഷോൺ ജോർജ് നൽകിയിരിക്കുന്ന പരാതിയുണ്ട്. ഷോൺ ജോർജിൻ്റെ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന കേസുകളുണ്ട്. അതോടൊപ്പം തന്നെ മാത്യു കുഴൽനാടൻ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ പോയെങ്കിലും എടുത്ത് ചവറ്റുകൊട്ടിലേക്ക് എറിയുകയാണ് ചെയ്തത്. 2 കമ്പനികൾ ഉണ്ടാക്കിയിരിക്കുന്ന എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നടന്നിട്ടുള്ള ഒരു ട്രാൻസാക്ഷനെ എങ്ങനെ ക്രൈം ആക്കാൻ വേണ്ടി പറ്റും? ഇതിനകത്ത് കൃത്യമായിട്ടൊരു ടാർഗറ്റഡ് പോയിന്റ് എന്ന് പറയുന്നത് അത് പിണറായി വിജയൻ തന്നെയാണ്. അദ്ദേഹം വീണ്ടും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ട് വന്നു എന്നുള്ളത് തന്നെയാണ്. CPM-നെ തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. ഇതിൻ്റെ പിന്നിലുള്ളത് രാഷ്ട്രീയമാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഹരാസ്മെൻ്റ് ആണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട. നമസ്കാരം. കേരളത്തിൽ ഈ രാഷ്ട്രീയ നാടകങ്ങളൊക്കെ നടക്കുമ്പോൾ പ്രസക്തമായൊരു ചോദ്യമുണ്ട്. എന്താണ് ഈ കേസ് ശരിക്കും എന്നുള്ളത്? CMRL എക്സാലോജി കേസിലെ ക്രൈം എന്താണ് എന്നുള്ളത് ഒരു ചോദ്യമാണ്. കാരണം പകുതി പേർക്കും അതറിയില്ല. ഇതൊരു സാമ്പത്തിക കേസാണ് എങ്കിൽ പോലും നമുക്കറിയാം ഈ കേസിൽ പിണറായി വിജയൻ്റെ മകൾ മാത്രം, അല്ലെങ്കിൽ വീണ മാത്രം എന്തുകൊണ്ട് ക്രൂശിക്കപ്പെടുന്നു? കാരണം വീണയ്ക്കെതിരെ എന്താണ് ക്രൈം എന്നുള്ളത് ഇപ്പോഴും കൃത്യമായിട്ട് നോട്ട് ചെയ്യപ്പെടുന്നില്ല. അല്ലെങ്കിൽ ഈ വിഷയത്തിൽ EDക്കുള്ള ഇൻട്രസ്റ്റ് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇതിനൊരു ഉത്തരം കിട്ടുന്നില്ല? ഈ കേസ് എവിടെ എത്തുന്നില്ല? ഒരു പുകമറ പോലെ ഇങ്ങനെ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നു എന്നതിനപ്പുറം ഈ കേസ് എവിടെ എത്താത്തതിന് പിന്നിൽ കാരണം എന്താണ്? EDക്കും ഇൻകം ടാക്സിനും അതോടൊപ്പം തന്നെ SFIക്കും ഒക്കെ ഈ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഏത് കമ്പനിക്കെതിരെ വേണമെങ്കിലും അന്വേഷണം നടത്താം. അത് അന്വേഷണം നടത്തുന്നതിന് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളില്ല. FIR ഇട്ട് തന്നെ അവർക്ക് എൻക്വയറി മുമ്പോട്ട് കൊണ്ടുപോകാം. പക്ഷേ ഇതിൻ്റെ കുറ്റപത്രം സമർപ്പിക്കുക എന്നൊരു പ്രോസസ്സുണ്ട്. അതിൽ കൃത്യമായിട്ട് ആ ഒരു ക്രൈം എന്താണ് ഇവർ ചെയ്തിട്ടുള്ളത് എന്ന് പറയണം. ഇപ്പോൾ ഈ ഒരു കേസിൽ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മണി ലോണ്ടറിങ് നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതിൽ എങ്ങനെയാണ് മണി ലോണ്ടറിങ് എന്നുള്ള കാര്യമാണ് നമുക്ക് വ്യക്തമാവാത്തൊരു കാര്യം. അതായത് ഒരു സോഫ്റ്റ്വെയർ കമ്പനിയാണ് എക്സാലോജിക് എന്ന് പറയുന്നത്. എക്സാലോജിക് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ കമ്പനി CMRL-ലുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെടുന്നു. AMC എന്ന് പറയുന്നത് ആനുവൽ മെയിൻ്റനൻസ് ചാർജ്. ഈ AMC ഒപ്പിട്ടിട്ട് 2 കമ്പനികൾ തമ്മിൽ നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷൻ, അത് ഒരുമിച്ച് നടന്നിട്ടുള്ള ട്രാൻസാക്ഷൻ അല്ല ഇത്. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള എല്ലാ മാസവും ഒരു നിശ്ചിത തുക വെച്ചിട്ടാണ് എക്സാലോജിക്കിന് പോയിക്കൊണ്ടിരുന്നത്. അതും വലിയ തുകയൊന്നുമല്ല, ഏകദേശം എനിക്ക് 5 ലക്ഷം രൂപയും കണ്ടെയാണ് പോയിക്കൊണ്ടിരുന്നത്. കാരണം ഒരു സോഫ്റ്റ്വെയർ കമ്പനി അവരുടെ AMC എഗ്രിമെൻറ്റ് മറ്റൊരു കമ്പനിയുമായിട്ട് ഒപ്പുവെച്ച് മുമ്പോട്ട് പോകുന്നു, അതിൻ്റെ സർവീസ് ചാർജ് മേടിക്കുന്നു. അതിലെന്താണ് അപാകത ഉള്ളത് എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിഞ്ഞുകൂടാ. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. നമ്മൾ മെഡിക്ലെയിമിന് വേണ്ടി പണം അടയ്ക്കുന്നു. അത് മെഡിക്കൽ ഇൻഷുറൻസ് അല്ലെങ്കിൽ ആരോഗ്യ ഇൻഷുറൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പ്രീമിയം അടയ്ക്കുന്നു. ഈ പ്രീമിയം അടച്ചതിന് ശേഷം നമ്മൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും എന്തെങ്കിലും ഒരു രോഗത്തിന് ചികിത്സിക്കുകയും ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ഈ ഇൻഷുറൻസ് കമ്പനി പണം തരത്തുള്ളൂ. നമുക്കല്ല ട്രീറ്റ്മെൻറ്റിന് പണം തരത്തുള്ളൂ. നമുക്ക് രോഗമൊന്നും വന്നിട്ടില്ല, നമ്മൾക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടില്ല എങ്കിൽ നമ്മൾ ഈ ഇൻഷുറൻസ് കമ്പനിക്ക് അടച്ച പണം പോകും. അത് സ്വാഭാവികമാണത്. അതുകൂടാതെ തന്നെ ഇപ്പോൾ നമ്മളുടെ ഓഫീസിലെ AC, നമ്മളുടെ ഓഫീസിലെ കമ്പ്യൂട്ടറുകൾ, ഇതിനൊക്കെ നമ്മളും ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ കമ്പനിയായിട്ട് AMC-ൽ ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ACക്ക് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നമ്മൾ വിളിക്കുന്ന സമയത്ത് വരികയും അത് കൃത്യമായിട്ട് റിപ്പയർ ചെയ്തിട്ട് പോവുകയൊക്കെ ചെയ്യും. അല്ലെങ്കിൽ ഇപ്പോൾ കമ്പ്യൂട്ടർ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇതിന് കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല എങ്കിൽ തന്നെയും നമ്മൾ അവർക്ക് കൊടുക്കേണ്ട AMC എമൗണ്ട് കൊടുത്തല്ലേ പറ്റത്തുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുമായിട്ടൊരു AMC എമൗണ്ട് ഫിക്സ് ചെയ്തതിന് ശേഷം അവരതിനനുസരിച്ചിട്ടുള്ള മാൻ പവർ കാര്യങ്ങളൊക്കെ അവർക്ക് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വാട്ടർ കണക്ഷൻ പോലും ഇങ്ങനെയാണല്ലോ. അതാണ് പറഞ്ഞത്, അവർക്ക് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവർ വെറുതെ ഇരിക്കുമായിരിക്കും, ഒരുപക്ഷെ വെറുതെ ഇരിക്കുമായിരിക്കും. ഇപ്പം നമ്മൾ ഒരു ഉദാഹരണം നോക്കൂ. ഇപ്പോൾ ഈ ഫയർഫോഴ്സിൻ്റെ വണ്ടി, ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥന്മാർ നമ്മൾ നോക്കുന്ന സമയത്ത് അവർ വെറുതെ അവിടെ ഇരിക്കുമായിരിക്കും. പക്ഷേ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവുന്നുണ്ട് എന്നെങ്കിൽ അവർക്ക് അവിടെ ഓടിയെത്തിയേ പറ്റൂ. നമ്മുടെ പട്ടാളക്കാർ അതിർത്തിയിൽ എല്ലാ ദിവസവും വെടിവെപ്പില്ലല്ലോ, അവരവിടെ സജ്ജരായിട്ട് നിൽക്കുകയാണ്. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഒരു കമ്പനി മറ്റൊരു കമ്പനിയുമായിട്ട് ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നു. ആ എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടതിന് ശേഷം ഇപ്പോൾ കളിയാക്കാൻ വേണ്ടിയിട്ട് UDF-കാരും BJP-കാരും ഒക്കെ പറയുമായിരിക്കും MS ഓഫീസിനും Excelലും ഒക്കെ എന്തിനാണ് സർവീസ് ചാർജ് എന്ന്. ഈ MS ഓഫീസിനും വിൻഡോസിനും Excelലിനും അല്ലെങ്കിൽ ടാലിക്കും ഒന്നും ആയിരിക്കില്ല സർവീസ് ചാർജ് ഏർപ്പെടുത്തുക.
അല്ലെങ്കിൽ AMC ഏർപ്പെടുത്തിയിട്ടുണ്ടാവും. അവിടെയുള്ള സിസ്റ്റം മെയിൻ്റനൻസ് ഉൾപ്പെടെ അവിടെയുള്ള മറ്റു പല സോഫ്റ്റ്വെയറുകൾ ഉണ്ടാവും, ഇൻറ്റേർണൽ സോഫ്റ്റ്വെയർസ് ഉണ്ടാവും കമ്പനിക്ക്. CMRL പോലുള്ളൊരു കമ്പനി ടാലി മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് മനസ്സിലാവുന്നില്ല. ടാലി പോലുള്ള ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ആയിരിക്കും ഒരുപക്ഷെ അവർ ഉപയോഗിക്കുക. അപ്പോൾ ഇപ്പോൾ CMRL എന്ന കമ്പനി എക്സാലോജിക്കുമായിട്ട് ഒരു AMC കരാറിൽ ഏർപ്പെടുകയും, കരാറുണ്ട് ഇവിടെ, ഈ കരാറിൽ ഏർപ്പെടുകയും ഈ കരാറിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഈ പണം CMRL എക്സാലോജിക്കിന് നൽകുകയും ചെയ്തിരിക്കുന്നു. അത് അക്കൗണ്ട് ടു അക്കൗണ്ടാണ് കൊടുത്തിരിക്കുന്നത്, ഒരു കാരണവശാലും ക്യാഷ് ആയിട്ടല്ല കൊടുത്തിരിക്കുന്നത്. ഈ സ്വീകരിച്ച പൈസ, അതായത് ഇവരുടെ ഇൻകമായിട്ട് എക്സാലോജിക്കിൽ വന്നിട്ടുള്ള പണത്തിന് ഇവർ കൃത്യമായിട്ട് GST അടച്ചിട്ടുണ്ട്. ഇപ്പം GST അടയ്ക്കുന്നതിൽ എന്തെങ്കിലും പിഴവ് പറ്റിയിട്ടുണ്ട് എങ്കിൽ തന്നെയും അതിൻ്റെ ഇൻട്രസ്റ്റോട് കൂടി GST അടയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ നിലനിൽക്കുമ്പോൾ ഈ കേസിൻ്റെ മെറിറ്റ് എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് വലിയ സംശയങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. കാരണം ഇത് മുഖ്യമന്ത്രിയുടെ മകൾ ആയതുകൊണ്ട് തന്നെ CMRL എന്നുള്ള ഒരു വലിയ കമ്പനിയിൽ നിന്ന് പണം കൈപ്പറ്റിയാൽ അത് ഒരു കറപ്ഷനായിട്ട് പറയുന്നത് അതെങ്ങനെയാണത്? അത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഈ രാജ്യത്ത് കച്ചവടം ചെയ്യാൻ പാടില്ല എന്നുണ്ടോ? ഒരു ബിസിനസ്സും ചെയ്യാൻ പാടില്ല എന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതിനകത്തുള്ള ഒരു ലോജിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഇത് അറിയാൻ പാടില്ലാത്ത ആളുകളെ സംബന്ധിച്ച്, സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റും, ഒരു രാഷ്ട്രീയ ആരോപണമായിട്ട് പറയാൻ പറ്റും. CMRL നിന്ന് അഴിമതി പണം മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് കൈപ്പറ്റിയിരിക്കുന്നതെന്ന്. അതിലൊന്നും ഒരു അർത്ഥവുമില്ല, ഒരടിസ്ഥാനവുമില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോളട്ടെ. ഇപ്പോൾ ഒരു AMC ചാർജ് നിശ്ചിതമായിട്ട് നിശ്ചയിക്കുന്നത് ആ കമ്പനിയല്ലേ? ആ കമ്പനിയല്ലേ തീരുമാനിക്കുന്നത്? ഇപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, രാംകുമാർ സാറ് അഡ്വക്കേറ്റ് രാംകുമാർ സാറ് വാങ്ങിക്കുന്ന ഫീസ് എത്രയായിരിക്കും? അത്യാവശ്യം കാണും, വലിയ തുകയായിരിക്കും. അതേസമയം നമ്മുടെ താഴെയുള്ള സെഷൻസ് കോടതിയിൽ വാദിക്കുന്ന വക്കീലന്മാർ മേടിക്കുന്ന ഫീസ് എത്രയായിരിക്കും? രാംകുമാർ സാർ വാദിക്കുന്ന ഹൈക്കോർട്ടിൽ തന്നെ വാദിക്കുന്ന പല വക്കീലന്മാരും 5000 രൂപ മേടിക്കുന്നവരുണ്ടാവും, 10000 രൂപ മേടിക്കുന്നവരുണ്ടാവും. അവരുടെ ഡിമാൻഡ് അനുസരിച്ചാണ്. അതേസമയം രാംകുമാർ സാർ മേടിക്കുന്ന ചിലപ്പോൾ 5-10 ലക്ഷം രൂപ ആയിരിക്കും ഒരു സിറ്റിങ്ങിന് മേടിക്കുക. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസമില്ല. അവരവരുടെ ഫീസ് അവരവരല്ലേ തീരുമാനിക്കുക. അതുപോലെ ഡോക്ടർമാരുണ്ട്. നമ്മുടെ ചെറിയ ക്ലിനിക്കുകളിൽ നമ്മൾ ഒരുപക്ഷെ 250 രൂപ കൊടുത്താൽ മതിയായിരിക്കും. പക്ഷേ അത് വലിയ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോഴത്തേക്ക് 500-1000 ഒക്കെ ആവും. അപ്പോൾ അത് അവർ തീരുമാനിക്കുന്നതല്ലേ അത്? അല്ലെങ്കിൽ അതിനകത്തൊരു നിയന്ത്രണം സർക്കാർ തന്നെ കൊണ്ടുവരണം. ഇതിപ്പോൾ GSTയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ എന്തോ ഒരു മിസ്റ്റേക്ക് കണ്ടെത്തുന്നു, അതിന് പുറമെ അത് അപ്പം മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി ആകുന്നു. അപ്പം മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി ആയതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയുള്ള ഒരു നീക്കമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതല്ലാതെ ഒരു കാരണവശാലും ഇപ്പോൾ നമുക്കറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ള 242ഓളം അക്കൗണ്ടുകളാണ് ED മരവിപ്പിച്ചിട്ടുള്ളത്. ഈ 242 അക്കൗണ്ടുകൾ കേരളത്തിലുള്ള ആരുടെയൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഏകദേശ ധാരണയൊക്കെ എല്ലാവർക്കും ഉണ്ട്. അതിൽ കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, മന്ത്രിമാരുണ്ട്, IAS IPS ഉദ്യോഗസ്ഥന്മാരുണ്ട്, പൊതുപ്രവർത്തകരുണ്ട്, മാധ്യമ പ്രവർത്തകരുണ്ട്, അങ്ങനെ ഒരുപാട് ആളുകളുണ്ടെന്നേ. ഈ കേസ് ആർക്കെതിരെ കൊടുത്തുന്ന കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തത ഉണ്ടോ, അതോ ആരും കൊടുക്കാത്തൊരു കേസാണോ? അല്ല, ഇത് GST ഉദ്യോഗസ്ഥന്മാർ തന്നെ, അത് നികുതിയുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്തിട്ടുള്ള ഒരു കേസാണ്. പിന്നെ അതിന്റെ പുറകെ ഇപ്പോൾ ഷോൺ ജോർജ് നൽകിയിരിക്കുന്ന പരാതിയുണ്ട്. ഷോൺ ജോർജിൻ്റെ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന കേസുകളുണ്ട്. അതോടൊപ്പം തന്നെ മാത്യു കുഴൽനാടൻ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ പോയെങ്കിലും എടുത്ത് ചവറ്റുകുടലേക്ക് എറിയുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു ഇത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 242 അക്കൗണ്ടുകളിൽ ഒരു അക്കൗണ്ട് മാത്രമാണ് വീണ വിജയൻ്റെ ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത്. 1-2 അക്കൗണ്ടുകൾ, അതിന് സ്ഥിരീകരണം നമുക്ക് ആയിട്ടില്ല. അപ്പോൾ ഈ 1-2 അക്കൗണ്ടുകൾ കഴിഞ്ഞ് ബാക്കി 240 അക്കൗണ്ടുകൾ ആരുടെയൊക്കെയാണ്? അവരിലേക്ക് എന്താണ് മാധ്യമങ്ങൾ ക്യാമറ തിരിക്കാത്തത്? പേടിയാണോ? ഇത് നിസ്സാര കാര്യമല്ല. ഇത് വരാൻ പോകുന്നത്, ഇപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റും, വീണ വിജയനെ കോടതിക്കകത്ത് EDക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കുറച്ച് നാളിങ്ങനെ ചോദ്യം ചെയ്യൽ എന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹിക്ക് വേണമെങ്കിൽ വിളിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ കൊച്ചിക്ക് വിളിപ്പിക്കാൻ പറ്റും. ഇത് മാധ്യമങ്ങൾക്ക് കുറച്ച് വാർത്തയാക്കാൻ പറ്റും. കാരണം അവർ ഇങ്ങനെ വണ്ടിയിൽ വരുന്നത് ഇറങ്ങുന്നത്, അതിനുശേഷം അതിനകത്ത് ഓഫീസിനകത്തൊരു കുറച്ച് സമയം, ഒരു 8 മണിക്കൂർ 10 മണിക്കൂറൊക്കെ അവിടെ ഇരുത്തുന്നത്, അല്ലെങ്കിൽ ഒരു ഡേ ഫുള്ളായിട്ട് തന്നെ അവരെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുത്തുക, ഇങ്ങനെയൊക്കെയുള്ള ചില ഹരാസ്മെൻറ്റുകൾ നടക്കും എന്നതിനപ്പുറത്തേക്ക് ഈ കേസിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. 2 കമ്പനികൾ ഉണ്ടാക്കിയിരിക്കുന്ന എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നടന്നിട്ടുള്ള ഒരു ട്രാൻസാക്ഷനെ എങ്ങനെ ക്രൈം ആക്കാൻ വേണ്ടി പറ്റും? അങ്ങനെയുണ്ടെങ്കിൽ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏത് കമ്പനിക്കാണ് പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കുക? ഏത് കമ്പനിക്ക് പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കും? ഈ പറഞ്ഞ രീതിയിൽ ഏതെങ്കിലും ടാക്സ് വെട്ടിപ്പോ കാര്യങ്ങളോ ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യം ശരിയാണോ? ഇപ്പോൾ ടാക്സ് വെട്ടിപ്പ് നടന്നു എന്ന് കരുതിക്കോ, എങ്കിൽ പോലും ആ അക്കൗണ്ട് ഫ്രീസ് ചെയ്യാനും അതോടൊപ്പം തന്നെ മുടങ്ങിയ ടാക്സിന് ഇൻട്രസ്റ്റോട് കൂടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പെനാൽറ്റിയോട് കൂടിയിട്ട് അത് വാങ്ങാനേ സാധിക്കത്തുള്ളൂ.
അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒരു നടപടിയിലേക്ക് പോകാനായിട്ട് സാധിക്കത്തൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കെയാണ് ഇത് ഇത്രയും വലിയൊരു വിവാദമാക്കി മാറ്റിക്കൊണ്ട് ഇരിക്കുന്നത്. ഇതിനകത്ത് കൃത്യമായിട്ടൊരു ടാർഗറ്റഡ് പോയിന്റ് എന്ന് പറയുന്നത് അത് പിണറായി വിജയൻ തന്നെയാണ്. അദ്ദേഹം വീണ്ടും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ട് വന്നു എന്നുള്ളത് തന്നെയാണ്. CPM-നെ തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. ഇതിൻ്റെ പിന്നിലുള്ളത് രാഷ്ട്രീയമാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഹരാസ്മെൻ്റ് ആണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട. ഇത് കേരളത്തിലെ പൊതുസമൂഹം ഒന്നടങ്കം ഇറങ്ങി നിന്ന് പ്രതിരോധിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.